നല്ല ഭാഗം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ആരെയെങ്കിലുമൊക്കെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടാകാം. ബൈബിളൊക്കെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് സുവിശേഷ ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ത്രയോസാണ് പത്രോസ് സ്ലീഹായെ യേശുവിനെ കാണിക്കുവാനായിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന, ഇതുപോലെ തന്നെ ഫിലിപ്പോസാണ് നഥാനിയേലിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്. ഞാനൊരു നന്മ കണ്ടു, നല്ലൊരു മനുഷ്യനെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നത്. നമ്മൾക്ക് ഇങ്ങനെ ജീവിതത്തിൽ ആരെയെങ്കിലുമൊക്കെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് നാം കാണുന്ന ഒരു കാര്യം. തളർവാദ രോഗിയെ 4 പേര് ഈ തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതും മേൽക്കൂര പൊളിച്ച് താഴേക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് ആ മനുഷ്യനെ ഇറക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ 4 പേര് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നന്മയിലേക്ക് അല്ലെങ്കിൽ ഒരു സൗഖ്യത്തിലേക്ക്, ഒരു ദൈവത്തിൻ്റെ സ്പർശനത്തിലേക്ക് ആരെയെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന ഒരു പ്രത്യേകത നമുക്കറിയാം. നല്ല സമറായൻ നന്മയാ അദ്ദേഹത്തിലുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തു? ആ മനുഷ്യൻ അർദ്ധപ്രാണനായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കൊണ്ടുപോയി സത്രത്തിലാക്കുന്നു. ആ സത്രത്തിന്റെ ഉടമസ്ഥനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു, വേണ്ട ചെലവ് കൊടുക്കുന്നു, ഇനിയും ഞാൻ സഹായിക്കാം, ഞാൻ തിരിച്ചു വരുമ്പോൾ എല്ലാം നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയെയും ഒരു നന്മയിലേക്ക്, ഒരു സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവം. ഇതുപോലെ തന്നെ നമുക്കറിയാം, കിണറ്റിൻകരയിൽ ഇരിക്കുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് സമരിയക്കാരി സ്ത്രീ വരുന്നുണ്ട്. അവിടെ വന്ന് യേശുവിനാൽ മാനസാന്തരപ്പെട്ട് നല്ല സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു, അത് സംഭവിച്ചു. അതുപോലെ ആ പട്ടണത്തിലുള്ള എല്ലാവരെയും, ആ പട്ടണത്തിലും ഗ്രാമത്തിലുള്ള എല്ലാവരെയും യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതയും അവിടെ നമ്മൾ കാണുന്നു. ഇങ്ങനെ നന്മയിലേക്ക് ആളുകളെ കൊണ്ടുവരിക, അത് നമ്മുടെ ഒരു മിഷൻ ആയിരിക്കണം, നമ്മുടെ ഒരു ദൗത്യമായിരിക്കണം. ആരെങ്കിലുമൊക്കെ നന്മയിലേക്ക്. ഞാനിപ്പോഴും എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ കോട്ടയം സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ വർഷം അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. തിയോളജിക്ക് വേണ്ടി, ദൈവശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ജയിലിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയുണ്ട്, ബ്രദർ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ആ മീറ്റിങ്ങിന് പോവുകയാണ്. ബ്രദർ വാ, നല്ലതാ ഇതൊക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു, സെബാസ്റ്റ്യ വാ, നമുക്കങ്ങോട്ട് പോകാം, കേൾക്ക്, നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയി അന്ന് ആ മീറ്റിങ്ങിന് കൊണ്ടിരുത്തി. ഒരു പക്ഷേ എനിക്ക് ഇന്നും അത് ഓർക്കുമ്പോൾ വളരെ സന്തോഷം. കാരണം അങ്ങനെ ഇരുത്തിയത് കൊണ്ട് ഞാൻ അതിൻ്റെ മെമ്പറായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ പട്ടം കിട്ടുന്നതിന് മുമ്പ് ഡയഗ്നോസ്റ്റിക് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിലാണ് സേവനം അനുഷ്ഠിച്ചത്. 6 മാസക്കാലം ഏകദേശം അവിടെ സേവനം അനുഷ്ഠിച്ചു. എൻ്റെ സെമിനാരി പഠനത്തിൻ്റെ ഭാഗമായിട്ട് വെക്കേഷനൊക്കെ വരുമ്പോൾ 10-15 ദിവസങ്ങൾ എല്ലാ ജയിലുകളിൽ പോകാനിടയിൽ. അന്ന് ആ ബ്രദർ എന്നെ വിളിച്ചിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ മിഷനിലേക്ക് ഞാൻ വരുമായിരുന്നില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ നന്മ അങ്ങനെ വിളിച്ചുകൊണ്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ 14 വർഷവും തടവ പ്രേക്ഷിതത്തിന്റെ ഓൾ ഓവർ ഇന്ത്യയിൽ നാഷണൽ കോർഡിനേറ്റർ ആയിട്ടും ഏഷ്യൻ ഡെലിഗേറ്റും ഒക്കെ പ്രവർത്തിക്കാൻ സാധിച്ചത് അന്ന് ബ്രദർ എന്നെ ഈ നമ്മളുടെ ഈ ജീസസ് ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ ഈ തടവ പ്രേക്ഷിതത്തിന്റെ ആ ഒരു മീറ്റിങ്ങിലേക്ക് വിളിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇന്നും നന്മയോടുകൂടെ ഓർക്കുന്നതാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ നന്മയിലേക്ക് കൊണ്ടുവന്ന എനിക്ക് 10-14 വർഷം തടവറ പ്രേക്ഷിതർക്ക് വേണ്ടിയിട്ട് ഭാരതത്തിൽ മുഴുവനും പ്രവർത്തിക്കുവാനൊക്കെ സാധിച്ചതിൻ്റെ അദ്ദേഹം എന്ന് എന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ തടവറ പ്രേക്ഷ ഈ 14-15 വർഷം എനിക്ക് സേവനം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ നന്മയിലേക്ക് കൊണ്ടുവരും. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ നന്മയിലേക്ക് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരണം. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാൻ എല്ലാ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഒരു ബെസ്റ്റ് സെല്ലർ നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കും. ബുക്ക് സ്റ്റോളിൽ പോയിട്ട് നല്ലൊരു ബുക്ക്, ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള ഒത്തിരി ബുക്കുകൾ ഉണ്ടല്ലോ, വാങ്ങിച്ച്
ആ ട്രെയിനിൽ യാത്രയുടനീളം വായിക്കും. ഒരു പുസ്തകം തീർക്കും. അങ്ങനെയാണ്. അതും എനിക്കൊരു ഇൻസ്പിറേഷൻ. നല്ല ബുക്കുകൾ വായിച്ചാൽ നമുക്ക് ഐഡിയകൾ കിട്ടും. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതുകൊണ്ട് അന്ന് ആ ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ വായന അങ്ങനെ തുടങ്ങി. വെറുതെ വായിച്ച്, കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. സമയമൊന്നും നമുക്ക് ആരോടും അങ്ങനെ കൂടുതൽ സംസാരിക്കാനൊന്നും ഇല്ല, പരിചയമില്ലാത്തവരൊക്കെ അല്ലേ. അപ്പോൾ ആ വായന ശീലം ഇന്നും എനിക്ക് അപ്പോൾ അന്ന് അദ്ദേഹം എന്നെ ഇൻസ്പയർ ചെയ്തതിന്റെ പേരിലാണ് ഇന്ന് ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് നല്ലൊരു, എന്നും എൻ്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടാവും. അത് വായിച്ചുകൊണ്ടിരിക്കും. ഒരു 10, 5, 20 മിനിറ്റോ അല്ലെങ്കിൽ കുറെ സമയങ്ങളും ഞാൻ വായിക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നന്മയിലേക്ക് ആരെങ്കിലും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നല്ലതാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് പറയണം എന്നുള്ളൂ. നമുക്കറിയാം, മലയുടെ മുകളിലിരിക്കുന്ന ഒരു കല്ല് തൊട്ട് താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്ന് തൊട്ടാൽ മതി, അത് താഴേക്ക് പോരും. പക്ഷെ ഒരു തൊടലും ആവശ്യമുണ്ട്. ഇതുപോലെ ആരെങ്കിലും ഒക്കെ നന്മയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ഒരു വാക്ക് മതിയായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു സ്നേഹത്തിന്റെ ഒരു വിളി ആയിരിക്കാം, അത് ആ വ്യക്തിയെ നന്മയിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അങ്ങനെ ഉണ്ടാകട്ടെ. അങ്ങനെയാണ് സുവിശേഷങ്ങൾ മുഴുവനും ഇങ്ങനെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കും ഉണ്ടാകട്ടെ. ആരെങ്കിലുമൊക്കെ നന്മയിലെ വഴികളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും വലിയ, അതൊരു ബന്ധമാണ്, അത് വലിയൊരു കാര്യമാണ്. ഇന്നും എൻ്റെ ഈ പ്രിസം മിനിസ്റ്റർ 15 വർഷം 14 വർഷം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ബ്രദർ എന്നെ അതിനുവേണ്ടി ആ മീറ്റിങ്ങിന് ആദ്യമായിട്ട് വിളിച്ചതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ മിനിസ്ട്രിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ദൈവത്തിന് മുമ്പിൽ നന്ദി പറയുന്നു. നമുക്കും മറ്റു പലരെയും നന്മയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.